ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. സുഹൃത്തുക്കളെ, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച സമയത്ത് മൗലിദ് ഓതരുതെന്ന് പറയുന്ന ബിദഈ കക്ഷികളെ കേട്ട് സംശയമുള്ള മുഅ്മിനീങ്ങളോട് നാല് വാക്ക്, കൂടുതൽ ഇല്ല, കൂടുതൽ സംസാരിക്കൂല. എന്നാൽ ആ സമയം പൂർണ്ണമായും സന്തോഷിക്കണമെന്നാണ് ഖുർആനിലൂടെ അള്ളാഹു തആല ചില ചരിത്രം പറഞ്ഞിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഖുർആൻ വ്യക്തമായി നരകത്തിലാണെന്ന് വ്യക്തമായി പറഞ്ഞ അബീലഹബ് എന്ന ആ മനുഷ്യന് തിങ്കളാഴ്ചൻ്റെ അന്ന് ശുദ്ധജലം അള്ളാഹു തആല നരകത്തിൽ വെച്ച് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം എടുത്തു നോക്കിയാൽ അറിയാം ആ സമയത്തെക്കൊട്ട് സന്തോഷിക്കണമെന്ന്. എന്തേ കാരണം? അവര് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച സമയത്തെ തൊട്ട് സന്തോഷിച്ചു. ആ സമയത്ത് സന്തോഷിച്ചു. ഈ സന്തോഷിച്ചു എന്നൊരൊറ്റ കാരണം വെച്ച് തിങ്കളാഴ്ച നരകത്തിൽ വെച്ച് ശുദ്ധജലം കൊടുക്കുന്നു. എന്നാൽ ഖുർആനി അധ്യാപനം ആ സമയത്തെ ബഹുമാനിക്കണം, ആദരിക്കണം, സന്തോഷിക്കണം എന്നാണ്. ആ സമയം നിലനിൽക്കുന്ന ആ ദിവസം നിലനിൽക്കുന്ന ആ മാസം അതിന് പ്രത്യേകതയുണ്ട്. സന്തോഷിക്കുന്നവർക്കൊക്കെ തന്നെ റബ്ബിൽ നിന്ന് വലിയ അനുഗ്രഹം ഉറപ്പാണ്. അത് മറ്റുള്ളവർ കേട്ട് വിധേയികൾ പറയുന്നത് അവർ ഇബ്ലീസിന്റെ ഏജന്റാണെന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ അബീലഹബിന്റെ ആൾക്കാരാണെന്ന് മറന്നു പോകരുത്. അവരുടെ പാരമ്പര്യം അതാണ്, നമ്മുടേത് അതല്ല. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യം മാത്രമാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ സമയത്തെ തൊട്ട് സന്തോഷിക്കണേ. ആ സമയം നമ്മൾ സന്തോഷത്തിലാക്കണേ. സന്തോഷത്തിലാക്കിയിട്ട് വിജയികളിൽ പെടുത്തി തരണേ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ.